കേൾക്കുമ്പോഴൊക്കെ ഒരു ഒട്ടൽ പോലെ ഉണ്ടാവും കേട്ടോ. ഒന്നും കുഴപ്പമില്ല. നിങ്ങൾ വ്യത്യാസമുണ്ട് കേട്ടോ തുടയ്ക്കുന്നതനുസരിച്ച്. അപ്പോൾ ഞാൻ ശരി. ഹായ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അത്തമാണല്ലേ. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ അത്തം ദിന ആശംസകൾ കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ചെറിയൊരു അത്തപ്പൂക്കളൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഞങ്ങളും ചെറിയ രീതിയിൽ ഒരു അത്തപ്പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉള്ള പൂക്കളൊക്കെ വെച്ച് അത്തപ്പൂക്കൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കേ, ചാണകമൊക്കെ മെഴുകിയിട്ടിട്ടാണ് ഞങ്ങളുടെ അത്തപ്പൂക്കൾ ഇട്ടത് കേട്ടോ. അപ്പോൾ ഈ പരിപാടിയൊക്കെ ചെയ്തത് അമ്മയാണ് ചാണകമൊക്കെ മെഴുകിയിട്ടത്. അപ്പോൾ രാവിലെ തന്നെ ചാണകമൊക്കെ മെഴുകി നമ്മുടെ വീട്ടിൻ്റെ ചുറ്റുഭാഗത്തുള്ള പൂക്കളൊക്കെ പറിച്ച് നമ്മളിട്ടു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ അത്തപ്പൂക്കൾ ഇഷ്ടമായോ? നല്ല മഴയാട്ടോ. എന്താ പറയുക, അത്തം കറുത്താൽ ഓണം വെളുക്കും എന്നൊരു പഴഞ്ചൊല്ലില്ലേ. എന്തായാലും അത്തം കറുത്തട്ടോ, പിന്നെ ഓണം ഒന്ന് വെളുത്ത് കിട്ടിയാൽ മതി. അപ്പോൾ ഇത് നല്ല അടിപൊളി ടിപ്പിൻ്റെ വീഡിയോ ആയിട്ടുണ്ട് ഇന്ന് എൻ്റെ വരവ് കേട്ടോ. എന്താ പറയുക, ഇപ്പോൾ ഓണമൊക്കെ വരാൻ പോവല്ലേ. ഓണത്തിന് മുന്നേ നമുക്ക് നന്നായിട്ടൊന്ന് ഒരുങ്ങിയിരിക്കാന്നേ, നമ്മുടെ മുഖത്തിലെ പാടുകളൊക്കെ മാറ്റി നമ്മളെ സുന്ദരന്മാരൊക്കെ ആയിട്ട് നടക്കാന്നേ. എല്ലാവർക്കും ചെയ്യാൻ പറ്റും നല്ല അടിപൊളി പാക്കാട്ട് ഇന്ന് ഞാൻ കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മൊത്തമായിട്ട് എല്ലാവരും കുളിച്ചോ? ഞാൻ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് എൻ്റെ വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞ് അങ്ങ് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അടിപൊളി ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതിൻ്റെ മുഖത്തും കഴുത്തിൽ മാത്രം ഇടാൻ പറ്റും നല്ല അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചുള്ള അടിപൊളി ഫേസ് പാക്കാണ്. നമുക്ക് എന്തൊക്കെയാണ് നോക്കാവേ. അത് ഞാൻ എടുത്തേക്കുന്നത് ഓട്സ് പൊടിച്ചാണ് കേട്ടോ. ഓട്സ് പൊടിച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തേക്കണത് നമ്മുടെ സ്വന്തം കാപ്പിപ്പൊടി. പിന്നെ എടുത്തേക്കണതോ തൈരാണ് കേട്ടോ, തൈര്. അപ്പോൾ എന്തൊക്കെ എടുത്തു? തൈര്, ഓട്സ്, കാപ്പിപ്പൊടി. ഇത് മൂന്നും വെച്ച് നല്ല അടിപൊളി ഫേസ് പാക്കാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഒരു സ്പൂൺ ആവശ്യമാണ്. നമുക്ക് 2 സ്പൂണ് ഓട്സ് പൊടിച്ചതും കൂടെ ഞാനിതാ പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഇതാ പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് എടുക്കുവാണേ. 2 സ്പൂണ് മതിയേ. ഇതാ 2 സ്പൂണ് ഓട്സ് പൊടിച്ചത്. നമുക്ക് കാപ്പിപ്പൊടി എടുക്കാം കേട്ടോ. ഇതാ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ കാപ്പിപ്പൊടിയും 2 സ്പൂണ് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് 1 സ്പൂണുള്ളത്. ഒരു സ്പൂണ് പോലും കറക്റ്റ് ഇല്ല കേട്ടോ. അപ്പോൾ ഒരു പാക്കറ്റ് എടുത്തു. ഇനി രണ്ടാമത്തെ പാക്കറ്റും കൂടെ നമുക്ക് എടുക്കാം. അപ്പോൾ 2 സ്പൂണ് ഓട്സ്, 2 സ്പൂണ് കാപ്പിപ്പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ. ഇതിലോട്ട് നമുക്ക് തൈര് എടുക്കാം കേട്ടോ. എന്താ തൈര് എടുത്തിട്ടുണ്ട്. കുറേശ്ശെ ആയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ നല്ലൊരു മഴ ഇപ്പോൾ പെയ്ത് കഴിഞ്ഞുള്ളൂ കേട്ടോ. ഇപ്പോൾ കറക്റ്റായി. നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓട്സും തൈരും കാപ്പിപ്പൊടിയും ചേർത്തുള്ള നല്ല അടിപൊളി ഒരു ഫേസ് പാക്ക് ആട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് നമുക്ക് കഴുത്തിൽ തേക്കാം, മുഖത്ത് തേക്കാം, കൈകളിൽ തേക്കാം, കാലുകളിൽ തേക്കാം, ഒക്കെ തേക്കാം കേട്ടോ. നല്ല സൂപ്പർ പാക്കാണ്. നമ്മുടെ കറുത്ത പാടൊക്കെ മാറും, മുഖം നല്ല സുന്ദരിമാരാകും കേട്ടോ. ചേട്ടന്മാർക്കൊക്കെ തേക്കാം, അവർ സുന്ദരന്മാരാകും. അവരെയും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. അവർക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി പാക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ഒന്നും വേണ്ട, 2 മിനിറ്റൊക്കെ ഇങ്ങനെ പാക്കിങ് തന്നെ ഇരിക്കട്ടെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുഖത്ത് നന്നായിട്ട് തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മുഖത്ത് തേച്ച് കൊടുക്കാം. തേക്കുന്നതിന് മുന്നേ മുഖമൊക്കെ നല്ല വൃത്തി കഴുകണം കേട്ടോ. ഞാനത് എന്നും പറയുന്നതാണ്, പക്ഷെ നിങ്ങൾ മറന്നു പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് എപ്പോഴും ഒന്ന് ഓർപ്പിക്കണത്. ഉണ്ണിക്കുട്ടൻ അവിടെ കുർത്തക്കേട് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ മുഖത്ത് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഓട്സ് ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഇച്ചിരി അങ്ങ് കട്ടയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇച്ചിരി കൂടി ഒന്ന് തൈര് ഒഴിച്ചു കൊടുത്തായിരുന്നേ.
അപ്പോൾ ഒത്തിരി കട്ടയാകാതെയും ലൂസാകാതെയും നോക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി പാക്കാണ് ഇത്. നമ്മുടെ നിറമൊക്കെ വർദ്ധിക്കാൻ പറ്റിയ നല്ല അടിപൊളി പാക്കാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ബ്രൈറ്റ്നെസ് നമുക്ക് തോന്നും. അപ്പോൾ ഒരു ആഴ്ചയിൽ ഒരു 3 തവണയൊക്കെ നമുക്ക് ഈ പാക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അത്തം പ്രമാണിച്ച് നിങ്ങൾ കറികളൊക്കെ ഉണ്ടാക്കിയോ? ഇവിടെ ഒത്തിരി കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. 2-3 കറികൾ മാത്രമേ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളൂ. അയ്യോ വേണ്ടേ, എന്നെ മുറിക്കല്ലേ, അമ്മ പാവല്ലേ. അയ്യോ എന്നെ ചമ്മന്തിയാക്കാൻ പോവാണോ? അപ്പൊ എന്നെ ചമ്മന്തിയാക്കിയാല് മോനെ ആരും മാമൊക്കെ വാരിത്തരും? ആ മീമി കൂട്ടി ചോറ് തരാം. മോന എന്നെ ചമ്മന്തിയൊക്കെ ആര് ചോറ് വാരിത്തരും? ആണോ വിടുക്കൻ. അവ ഉണ്ണീനെ കാണിച്ചു തരാവേ. ഉണ്ണീനെ നോക്കിക്ക്. ഇപ്പഴാ 11 മണിക്കാ? ടാറ്റ കൊണ്ട് എങ്ങോട്ട് പോവാണ്? മായാവി കഴിഞ്ഞ നോക്കിക്കേ. മായാവി അടിമാലി പോവാണോ? അടിമാലി പോയിട്ട് എനിക്ക് എന്ത് കൊണ്ടുവരും? എനിക്ക് കോലുമുട്ടയൊന്നും വേണ്ട. ഓക്കെ പോയിട്ട് വേഗം വരണേ. ആ ശരി കേട്ടോ. എന്തിനാ കത്തി മേടിക്കുന്നേ? ഞാനിതാ കഴുത്തിൽ മുഖത്തിലൊക്കെ പാക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കഴുത്തിൽ മുഖത്തിലുള്ളത് എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ, അതൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓട്സിന് പകരം നമുക്ക് ഇഷ്ടമുള്ള പൊടികൾ ചേർക്കാം കേട്ടോ. അരിപ്പൊടി വേണമെങ്കിൽ അരിപ്പൊടി ചേർക്കാം. പിന്നെ എന്താണ് കടലമാവ് വേണമെങ്കിൽ കടലമാവ് ചേർക്കാം. അതുപോലെ മുൾട്ടാണി മിട്ടി വേണമെങ്കിൽ മുൾട്ടാണി മിട്ടി ചേർക്കാം. നമുക്ക് ഇഷ്ടമുള്ള പൊടികളൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ബ്രൈറ്റിംഗ് പാക്കാട്ടോ ഇത്. എന്തായാലും നിങ്ങൾ തേച്ച് നോക്കൂ, നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം തന്നെ മുഖത്തിലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു 15-20 മിനിറ്റൊക്കെ വേണ്ടി വരട്ടെ നമ്മുടെ പാക്കൊക്കെ ഉണങ്ങാനായിട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഉണങ്ങി കിട്ടട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് കാണാവേ. നമ്മുടെ ഫേസ് പാക്ക് ഉണങ്ങി കേട്ടോ. ഒരു 20 മിനിറ്റ് എൻ്റെ മുഖത്ത് ഇങ്ങനെ വെക്കേണ്ടി വന്നു. നന്നായിട്ട് ഇവിടെയൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് ശരിക്കും ഉണങ്ങിയിട്ടില്ല. എന്നാലും ഞാൻ കഴുകാൻ പോവാണ് കേട്ടോ. കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് പാത്രത്തിൽ. നമ്മൾ കഴുകുന്നുണ്ടല്ലോ ഇതുപോലെ ഇങ്ങനെ മസാജ് ചെയ്തിട്ട് വേണം കഴുകാൻ കേട്ടോ. ഓട്സ് ആയതുകൊണ്ട് ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ഒട്ടിപ്പിടുത്തമുണ്ട്. കൈയൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുക കേട്ടോ. അപ്പോൾ മഴ നന്നായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഓണത്തിന് എന്തായാലും വെയിലായിരിക്കും. അതൊക്കെ ചുമ്മാതെയാണേ. മിക്കവാറും ഓണത്തിന് നല്ല മഴ തന്നെയായിരിക്കും. നമുക്കിങ്ങനെ ഒരു മസാജ് പോലെ ചെയ്യുമ്പോൾ തന്നെ മുഖത്ത് നോക്കിക്കേ, ആ ഒരു ബ്രൗൺ കളർ പാക്കൊക്കെ വൈറ്റ് കളറായിട്ടുണ്ടല്ലേ. മുഖിലെ ഈ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ പോകാൻ നല്ലതാണ് കേട്ടോ. ഇവിടെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ മുക്കിൽ ഈ സൈഡിലേക്ക് നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക ഉരച്ച് കഴുകണം. നന്നായിട്ട് തേച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കുറച്ച് മാറ്റാം. അപ്പോൾ തുടയ്ക്കുമ്പോൾ തന്നെ നല്ലൊരു റിസൾട്ടായിട്ട് കിട്ടുന്നത് നിങ്ങൾ കണ്ടല്ലോ. കണ്ടോ? തുടയ്ക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ മുഖമൊക്കെ കിട്ടിയേ നല്ലൊരു വ്യത്യാസമുണ്ട് കേട്ടോ. തുടയ്ക്കുന്നതനുസരിച്ച്
അപ്പോൾ ഞാൻ ശരിക്കും ഒന്ന് മുഖം കഴുകിയിട്ട് വരാവേ. എനിക്ക് ഈ വെള്ളത്തിലൊന്നും കഴുകാൻ പറ്റുന്നില്ല കേട്ടോ, നല്ല വൃത്തിയിൽ കഴുകണം. അപ്പോൾ കഴുകിയിട്ട് വേഗം തന്നെ വരാം. പിന്നെ കഴുത്തിലൊന്ന് കഴുകാനുണ്ട്, അപ്പോൾ കഴുത്ത് മുഖം കഴുകിയിട്ട് വേഗം വരാം കേട്ടോ. ഞാനിതാ കുളിയൊക്കെ കഴിഞ്ഞ് പോന്നിട്ട് എൻ്റെ മേത്തൊക്കെ ആയിരുന്നു, അപ്പോൾ ഞാൻ ഒന്നുകൂടെ കുളിക്കേണ്ടി വന്നു. അപ്പോൾ നോക്കി മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകി ഉണ്ടോ. മുഖം തുടയ്ക്കുമ്പോൾ തന്നെ നല്ലൊരു മാറ്റമല്ലേ ഉള്ളത്. അപ്പോൾ നല്ല അടിപൊളിയൊരു പാക്കാണ് കേട്ടോ, സൂപ്പർ പാക്ക്. ഓട്സും കാപ്പിപ്പൊടിയും തൈരും ചേർത്ത് നല്ല അടിപൊളി പാക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബ്രൂ കോഫി ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ കാപ്പിപ്പൊടി ആണെങ്കിലും ചേർക്കാം. എനിക്ക് ബ്രൂ കോഫിയാണ് കൂടുതൽ ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ എല്ലാ ഫേസ് പാക്കിലും അധികം ഞാൻ കാപ്പിപ്പൊടിയുടെ സ്ഥാനത്ത് ബ്രൂ കോഫി ചേർക്കുന്നത് കേട്ടോ. എന്നാലും ഒരു ബ്രൈറ്റ്നെസ് നമ്മുടെ മുഖത്ത് നന്നായിട്ടുണ്ടാവുള്ളേ. അപ്പോൾ ഒരു നല്ല അടിപൊളി ഒരു ഫേസ് പാക്ക് തന്നെയാണ് കേട്ടോ. അപ്പം എല്ലാ കൂട്ടുകാരും ഒന്ന് ഉപയോഗിച്ച് നോക്കണം കേട്ടോ. അപ്പം ഇനി ഓണമൊക്കെ വരാൻ പോവല്ലേ, അപ്പം നമ്മുടെ സ്കിന്നൊക്കെ ഇച്ചിരി വെളുത്ത് തുടുക്കട്ടെന്നേ. അപ്പം ഈ ഫേസ് പാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? നോക്കിക്കേ, കണ്ട വ്യത്യാസം കണ്ടോ? അപ്പോൾ ഇതൊരാഴ്ചയിൽ ഒരു 3 തവണയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കണ്ടല്ലോ, അടിപൊളി റിസൾട്ട് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൽ തൈര് ചേർത്തുകൊണ്ട് എന്താ പറയുക, നമ്മുടെ എന്തായാലും മുടിയിലൊക്കെ ഓട്സിന് ഇതുണ്ട് കേട്ടോ. ഞാൻ മേല് മാത്രമേ കഴിയുള്ളൂ, തല കഴിയില്ല. രാവിലെ കഴിയുകൊണ്ട് തല കഴിയില്ല കേട്ടോ. അപ്പോൾ ഇതിൽ തൈര് ചേർത്തത് കൊണ്ട് പിന്നെ നമ്മുടെ സ്കിന്ന് ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ടാവില്ല കേട്ടോ. ചെറിയതായിട്ടൊരു എണ്ണമയമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓയിൽ സ്കിന്നുകാർക്ക് തൈര് അത്രയ്ക്ക് നല്ലതല്ലെന്ന് തോന്നുന്നു. പക്ഷേ എൻ്റെ ഓയിൽ സ്കിന്ന് ആണ്, പക്ഷേ എനിക്ക് തൈരും എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഞാൻ തൈര് ചേർത്ത പാക്കാണ് കൂടുതലും ഞാൻ ഉപയോഗിക്കുന്നത്. എനിക്ക് വലിയ കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്ക് തൈരിൻ്റെ പകരം നിങ്ങൾക്ക് പാലാണെങ്കിൽ എടുക്കാം, പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ പറ്റുന്നത് അതനുസരിച്ച് എടുത്തോളൂ. അപ്പോൾ എൻ്റെ സ്കിന്നും പാലും തൈരും ഒക്കെ കുഴപ്പമില്ലാത്ത രീതിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ തൈര് എടുത്തത്. തൈര് എടുക്കുവാണെങ്കിൽ ഇച്ചിരി കൂടി ഒരു ബ്രൈറ്റ്നെസ് നമ്മുടെ മുഖത്ത് തോന്നും കേട്ടോ. പാലെടുക്കുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ പാലിനേക്കാൾ ഇത്തിരി അങ്ങ് നല്ലത് തൈര് തന്നെയാണ്. അപ്പോൾ നോക്കിയാൽ തൈരും ഓട്സും കപ്പയും ചേർത്തപ്പോൾ നല്ല ഒരു വ്യത്യാസം തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പം നമുക്കിനി മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നു. ഇനി ഞാൻ എന്താ പറയുക, നമ്മുടെ അലോവേറ ജെല്ലില്ലേ, അത് ഇച്ചിരി അങ്ങ് എടുത്തിട്ട് മുഖത്തൊന്ന് തേച്ച് കൊടുക്കട്ടെ. അപ്പോൾ നമുക്ക് അലോവേറ ജെല്ല് ഉപയോഗിക്കാം. ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ മുഖത്തൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാവേ. അങ്ങനെ നമ്മുടെ ഫേസ് പാക്കും കഴിഞ്ഞു, നമ്മുടെ മോയ്സ്ചറൈസും ക്രീമും എല്ലാം തേച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പൊട്ടും തൊട്ട് നമ്മൾ എല്ലാം റെഡിയായി. സിന്ദൂരം എല്ലാം പോയി, സാരില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഫേസ് പാക്ക് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളി ഒരു ഫേസ് പാക്ക് കേട്ടോ. മടിയൊന്നുമില്ലാതെ ചെയ്തോണം. ഓണമൊക്കെ വരുവാൻ പോവാണ്, സുന്ദരന്മാരൊക്കെ ആയിക്കോണം. അപ്പോൾ ഒരു ഉച്ചനേരമാണ് കേട്ടോ ഇത്. നമ്മുടെ ഫേസ് പാക്കൊക്കെ ഇട്ട് ഒരു കുളി കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ചനേരമായി. അപ്പം നമ്മൾ ചോറുണ്ണേണ്ട സമയമായി കേട്ടോ. അപ്പോൾ ഇന്ന് അത്തം പ്രമാണിച്ച് ഒരുപാട് കറികളൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഒരു അവിയൽ ഉണ്ടാക്കി, ഒരു ചമ്മന്തി ഉണ്ടാക്കി, പിന്നെ അച്ചാർ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ. വേറെ ഒരുപാട് കറികളൊന്നുമില്ല, കാരണം ഇവിടെ ഞാൻ അച്ഛനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരുപാട് കറികളൊന്നും വേണ്ട, 1-2 കറി മാത്രം മതി കേട്ടോ. അപ്പം ഇത്ര കറികൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. അന്നേരം രാവിലെ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ എനിക്ക് പൊതിച്ചോറ് തിന്നാൻ കൊതിയായിട്ട് വയ്യെന്ന് പറഞ്ഞേ. അപ്പോൾ ചേട്ടൻ എന്ത് ചെയ്തു, പോയി ഇലയൊക്കെ വെട്ടിക്കൊണ്ട് വന്നിട്ടോ. ഇലയൊക്കെ വെട്ടിക്കൊണ്ട് വന്നിട്ട് ചേട്ടൻ എനിക്ക് ഇലയൊക്കെ വാട്ടി തന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാനൊന്നും എനിക്ക് സമയം കിട്ടിയില്ലെന്ന്, കാരണം രാവിലെ നല്ല തിരക്കിൻ്റെ ഒരു സമയമാണല്ലോ. അന്നേരം ആ ഇല വാട്ടിയിട്ട് അതിൽ ചൂടൻ ചോറിട്ടു, അവിയൽ വെച്ചു, മുട്ട പൊരിച്ചത്, ഞാനൊരു മുട്ടയും കൂടെ പൊരിച്ച് വെച്ചായിരുന്നു കേട്ടോ. മുട്ട പൊരിച്ചത്, അച്ചാർ, ചമ്മന്തി എന്ന് പറയട്ടെ, ചെമ്മീൻ ചമ്മന്തി ആട്ടോ. ചെമ്മീനും തേങ്ങയും പിന്നെ മുളക് പൊടി, പുളി, ഉപ്പൊക്കെ ചേർത്ത് നല്ല അടിപൊളി ചെമ്മീൻ ചമ്മന്തി കേട്ടോ. ഇതൊക്കെ കൂട്ടി ചേട്ടൻ എനിക്ക് പൊതിച്ചോറ് ആക്കി തന്നു കേട്ടോ. എനിക്ക് പൊതിച്ചോറ് കെട്ടാൻ എനിക്ക് അത്ര വശമില്ല, ഞാൻ കെട്ടിയാൽ ശരിയാവില്ല. അപ്പം ഞാൻ പൊതിച്ചോറ് കിട്ടുമ്പോൾ എന്നും ചേട്ടയോടാണോ ഉണ്ടാക്കി തരാൻ പറയുന്നത്. അപ്പം നമുക്ക് നമ്മുടെ പൊതിച്ചോറ് എന്തായെന്ന് വേഗം കണ്ടിട്ട് വരാം.
അപ്പോൾ ഇതാ എൻ്റെ പൊതിച്ചോറ്. ഞാൻ കുറച്ച് ചോറ് എടുത്തോളൂ കേട്ടോ. ചേട്ടൻ ചോദിച്ചിട്ട് നിനക്ക് തന്നെ കഴിക്കാതെ പൂച്ചക്കുഞ്ഞിക്ക് കഴിക്കാനുള്ളത് ചേട്ടൻ ചോദിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞു എനിക്ക് കഴിക്കാനുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ ഉണ്ടാക്കി തന്ന പൊതിച്ചോറ്. കറികളൊക്കെ ഞാൻ ഉണ്ടാക്കി തന്നാലും ഇങ്ങനെ പൊതിഞ്ഞ് തരുന്നൊരു പ്രത്യേക ഒരു സന്തോഷമല്ലേ അല്ലേ? ഇതാ നല്ല അയ്യോ നല്ല മണം ഇലയുടെ അയ്യോ ആയി വെള്ളം വരുന്നു. നോക്കട്ടെ എന്തൊക്കെയാണ് വിഭവങ്ങളൊക്കെ തിരിഞ്ഞും മറിഞ്ഞൊക്കെയാണോ കിടക്കണം നോക്കട്ടെ കേട്ടോ. അങ്ങനെ എൻ്റെ പൊതിച്ചോറ് നമ്മുടെ സ്കൂൾ ടൈം ഓർക്കുക കേട്ടോ. ഞാനിങ്ങനെ പൊതിച്ചോറൊന്നും കൊണ്ടുപോയിട്ടില്ല, പക്ഷെ ചോറ്റുപാത്രത്തിൽ നമ്മൾ ചോറൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ മുട്ട പൊരിച്ചത്, അയ്യോ ചമ്മന്തി, അവിയൽ, അച്ചാറ്, ഇത്രയും സംഭവങ്ങളുണ്ട്. അതിൽ ചമ്മന്തി, അവിയൽ, മുട്ട, അച്ചാറ് എല്ലാം കൂട്ടി നല്ല അടിപൊളി കേട്ടോ. ഇതെല്ലാം ഉണ്ടാക്കിയത് ഞാൻ തന്നെയാണ്. അതിന് അവിയലും ഒരു ചമ്മന്തി ഒരു മുട്ട പൊരിച്ചുള്ളൂ. ഇതല്ലേ പണിയുണ്ടോ അല്ലേ? പൊതിച്ചോറിന് മുട്ട പൊരിച്ചില്ലാതെ എന്താ പൊതിച്ചോറല്ലേ? മുട്ട പൊരിച്ചും ചമ്മന്തി ഉണ്ടെങ്കിൽ മാത്രം മതി പൊതിച്ചോറിനുള്ള ആസ്വദിച്ച് കഴിക്കാം. പൊതിച്ചോറ് കഴിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കഴിച്ച് നോക്കണം കേട്ടോ. ഒരു പ്രത്യേക രുചിയാണ്. നമ്മുടെ മലയാളികൾ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും എന്നറിയാം. എന്നാലും കഴിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ പൊതിച്ചോറ് ഞാൻ കഴിച്ച് കഴിഞ്ഞില്ല. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ എനിക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോവല്ലോ കേട്ടോ. വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.